അരുൺ അമ്പലത്തിൽ പോവുകയാണോ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു എടാ ഞാനും ഉണ്ട്, ഞാൻ ഏതായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അമ്പലം എന്ന് പറയുമ്പം വൈബ് ഒരു സാരിയാണല്ലോ. അപ്പം ഞാൻ സാരി ഉടുക്കാനെടുത്ത സമയത്ത് എനിക്ക് തന്നെ ചിരിയായപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ചെയ്തിട്ടാണ്. ഞാൻ ചിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരു സാരി ഇതാട്ടോ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്, അല്ല മുന്താണി വരുന്നത്. ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ, അല്ല ഇത് ബ്ലൂ അല്ലേ മോനെ? ആ ബ്ലൂ. അപ്പം ഒരു സാരി ഇതാണ് ഞാൻ ഉടുക്കണം എന്ന് വിചാരിച്ചൊരു സാരി ഇതാണ്. കാരണം അരുണിൻ്റെ ജാതകം നോക്കാൻ പോയിട്ടുണ്ടായി, അവരുടെ കല്യാണത്തിൻ്റെ കുറച്ച് സംബന്ധമായിട്ടുള്ള വിഷയമൊക്കെ ആയപ്പം അപ്പോൾ അവർക്ക് എന്താ കഴിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ് ഞാനും പോരാ, ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിലും പുറമെ നിന്നിട്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്നായിരുന്നു. അപ്പം ഇതിലൊക്കെ ഇപ്പം എന്താ കൗതുകം എന്നല്ലേ, അത് സാരി തിരിച്ചിട്ട് മടക്കിയതാണ്. അപ്പം കൗതുകം എന്താണെന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെനിക്ക് അരുണിൻ്റെ വല്യമ്മൻ്റെ മകൻ്റെ കല്യാണത്തിലേക്ക് എടുത്തു തന്ന സാരി കേട്ടോ, വല്യമ്മയുടെ ഗിഫ്റ്റാണ് ഇത്. അപ്പോൾ ഈ ഒരു കളറ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് കളറ്. അതിൻ്റെ ബ്ലൗസും കൂടി ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ സെലക്ട് ചെയ്തൊരു 4 സാരിയായി കേട്ടോ. അപ്പോൾ എനിക്ക് 4 3 കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. സംഭവം ഒന്നിതാണ്, ഇതുവരെ നിങ്ങൾക്ക് ചുരിദാർ കളക്ഷൻ മാത്രമല്ലേ സാരി കളക്ഷൻ കാണിച്ചൊന്നുമില്ല. രണ്ടാമത്തത് ഇതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും രണ്ടും ഒന്നാണ്. നല്ല ഗൈസ്, കളറ് ഇത്തിരി ഒന്ന് മാറ്റല്ലേ. ഇനി മൂന്നാമത്തത് എന്താണെന്നറിയോ? മൂന്നാമത്തേതാ ഏകദേശം മുന്താണിയാണുള്ളത്, സെയിം കളറ്, 3 സെയിം കളറാണ് ഗൈസ്. ഇത്തിരി എന്തോ മാറ്റമുള്ളൂന്ന്. ഇതും മുന്തിരി കളർ, ഇതും മുന്തിരി കളർ, ഇതും മുന്തിരി കളർ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഈ സാരി എടുക്കാമെന്ന്, പിന്നെ വിചാരിച്ചു ഇത് വേണ്ടാന്ന് വിചാരിച്ച് ഇതൊരു സാരി കണ്ടില്ലേ, ഇതിൻ്റെ ബ്ലൗസ് സഹിതം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബ്ലൗസാണിത്, പഫ് സ്ലീവൊക്കെ വെച്ചിട്ട് അടിച്ച്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണാത്തത് കൊണ്ട് ഇവനെ ഞാൻ വേണ്ടാന്ന് വെച്ചു. എവിടെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ അളമാരൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പം മൂന്നാമത്തെ ഇവൻ്റെ ബ്ലൗസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം മൂന്നാമത്തെ ഇതാണ്. അപ്പം ഇതെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പിന്നെ ഇത് കണ്ട സമയത്ത് ഇത് വേറൊരു വെറൈറ്റി അല്ലേന്ന് കരുതിയിട്ട് ഇത് എടുത്തു കൊടുത്തതാണ്. അപ്പം ഇത് 3 സെയിം കളറ് എന്തല്ലേ ചെയ്യുക. ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത സഹോദരി എപ്പോഴും പറയും, നീ എടുത്തത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കളിക്കല്ലേ, മാറ്റി പിടിക്കുന്ന പറയും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയൊരു കളർ എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ കളർ വളരെയധികം ഇഷ്ടമാണ്. പിങ്ക്, മുന്തിരി കളർ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പം ഞാൻ എന്തിനാ ഇത് 3 ഒരുമിച്ചപ്പം 3-ലും നാളെ ഇപ്പോൾ ഒരു റീലിട്ട് മറ്റന്നാളൊരു റീലിട്ടെന്ന് വെച്ചാൽ ആരും വിശ്വസിക്കുമല്ലോ, എല്ലാവരും വിചാരിക്കും സെയിം ഇതാ, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിയായപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഞാൻ അവൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ഇട്ടത്. എൻ്റെ കുടവയറിനെ എനിക്ക് ഗർഭമുണ്ടാക്കി തന്ന എല്ലാവരോടും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു വാക്കൊരു സ്ത്രീക്ക് കേൾക്കുന്നത് തന്നെ വലുതാണെന്ന് കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീകളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമല്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് അവസ്ഥ. ഇതിൻ്റെ ഒരു ഗ്രീൻ കളറാട്ടോ ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെ മുകളിലൊരു ഗോൾഡൻ കളർ ഡോട്ടാണുള്ളത്. പക്ഷേ ഇത് ശരിക്കും പറയാ വെച്ചാൽ സെറ്റും മുണ്ടിൻ്റെയും ബ്ലൗസാട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് ഇതിന് എടുത്തെടുത്തതാണ്. ഇതെനിക്ക് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എവിടുന്നാ വാങ്ങിയത് ഞാനിപ്പോൾ അതും അതെനിക്ക് പൊടിയായിട്ടോ എവിടുന്നാ വാങ്ങിയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡ്രസ്സിൻ്റെ ഒരു ചെറിയൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി അല്ലേ എന്നെക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് സാരി വിശേഷങ്ങൾ. അപ്പം 3 ഒരേ കളറായപ്പോൾ ചിരി വന്നപ്പോൾ വീഡിയോ എടുത്താട്ടോ. ഓക്കെ, ബൈ ബൈ.